പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് ജീവാണുവളം എന്താണ് എന്നതിനെക്കുറിച്ച് പഠിക്കാം. മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുവാൻ കർഷകർ പലതരം വളങ്ങൾ ഉപയോഗിക്കാറുള്ളതായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അവയാണ് രാസവളം, ജൈവവളം, പച്ചിലവളം എന്നിവ. എന്താണ് ജീവാണുവളം എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. In the last class, we have studied the different kinds of fertilizers used by the farmers to increase the fertility of the soil. They are chemical fertilizers, biofertilizers, and green leaf manure. Today we can study what is microbial fertilizers. വളത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ജീവാണുക്കൾ അടങ്ങിയ വളങ്ങളാണ് ജീവാണുവളങ്ങൾ. മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മ ജീവികളാണ് ജീവാണുക്കൾ. ഇത്തരം സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണുവളങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. എന്താണ് ജീവാണുവളം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം? മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ വളങ്ങളാണ് ജീവാണുവളങ്ങൾ. ഇവയുടെ സാന്നിധ്യം മണ്ണിലെ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ അളവ് കൂട്ടുന്നതിന് സഹായിക്കുന്നു. As the name indicate, this fertilizer contain microorganisms. What is the use of microorganisms? Microorganisms helps to increase the fertility of the soil. So what is microbial fertilizer? Microbial fertilizers are substances that contain microorganisms which help to increase the fertility of the soil. എന്താണ് ജീവാണുവളം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം? മണ്ണിൽ ജീവാണുക്കളുടെ സാന്നിധ്യമുണ്ട്. എന്നാൽ നാം കൊടുക്കുന്ന വളത്തിൽ കൂടി ജീവാണുക്കൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് മണ്ണിലെ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളുടെ അതുപോലെ തന്നെ ആവശ്യമായ മറ്റ് ഘടകങ്ങളുടെ അളവ് കൂട്ടാൻ സാധിക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന വളത്തിൽ ജീവാണുക്കൾ ഉണ്ടെങ്കിൽ ഈ പ്രവർത്തനം വളരെ വേഗത്തിൽ നടക്കും. What is the advantage of microbial fertilizers? Microbial fertilizers are substances that contain microorganisms which help to increase the fertility of the soil. The presence of microbes enables increase in the soil factors which are essential for plant growth. In the last class we have studied what is the function of microorganisms. Microorganisms decomposes the materials which are added into the soil. So microorganisms increase the soil fertility by the decomposition process. കഴിഞ്ഞ ക്ലാസ്സിൽ മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടുന്നതിനായി ഉപയോഗിക്കുന്ന ബാക്ടീരിയകളെ നാം പരിചയപ്പെട്ടു. അവയാണ് റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറില്ലം തുടങ്ങിയ ബാക്ടീരിയകൾ. ഇവ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ മണ്ണിൽ നൈട്രേറ്റുകളായി
സൂക്ഷിച്ചു വെച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതായി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ജലസസ്യമാണ് അസോള. അസോളയും മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടുന്നതിന് ഉപയോഗിക്കുന്നു. മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടുന്നതിനായി ഉപയോഗിക്കുന്ന ബാക്ടീരിയകളും ജലസസ്യവും ഏതെല്ലാം? മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടുന്നതിനായി റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറില്ലം തുടങ്ങിയ ബാക്ടീരിയകളെയും അസോള എന്ന ജലസസ്യത്തെയും ഉപയോഗിക്കുന്നു. Name the nitrogen fixing bacterias. The bacteria like Rhizobium, Acetobacter, Azospirillum are the examples of bacteria which fix atmospheric nitrogen into the soil. The last class we have studied about nitrogen fixing bacteria seen in the root nodules of leguminous plants. They are Rhizobium, Acetobacter and Azospirillum. They fix atmospheric nitrogen into the soil and increase the soil fertility. Name the aquatic plant used to increase nitrogen content in the soil. The aquatic plant like Azolla also help to increase the nitrogen content in the soil. അടുത്തതായി നമുക്ക് മണ്ണിൽ ജീവാണുവളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. മണ്ണിൽ ജീവാണുവളം ഉപയോഗിക്കുന്നതിന് മുൻപ് 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 1, മണ്ണിൽ ജൈവ വളം അതിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തണം. ജൈവവളം ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ജീവാണു വളം ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. വിവിധതരം ജൈവവളങ്ങൾ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ജൈവവളത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ചാണകം, പച്ചിലവളം, കമ്പോസ്റ്റ്, മീൻവളം, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, എല്ലുപൊടി എന്നിവ. 2, മതിയായ ജലസേചനം ഉണ്ടാകണം. 3, രാസവളവും രാസ കീടനാശിനികളും ജീവാണുവളം ഉപയോഗിക്കുന്നതിനോടൊപ്പം ഉപയോഗിക്കാനായിട്ട് പാടില്ല. എന്താണ് കാരണം? ഇവ ജീവാണുവളത്തിലുള്ള സൂക്ഷ്മ ജീവികളെ നശിപ്പിക്കുന്നു. അതിനാലാണ് ജീവാണുവളം ഉപയോഗിക്കുന്നതിനോടൊപ്പം രാസവളവും രാസ കീടനാശിനികളും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഈ 3 മുൻകരുതലുകൾ പാലിച്ചാൽ മാത്രമേ സൂക്ഷ്മജീവികൾക്ക് മണ്ണിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവാണുവളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തണം, മതിയായ ജലസേചനം ഉണ്ടാകണം, രാസവളവും രാസ കീടനാശിനികളും ഉപയോഗിക്കരുത്. What are the precautions to be taken before the application of microbial fertilizers? There are 3 things to be taken care of before the application of microbial fertilizers. They are: first, to ensure the availability of biofertilizers in the soil. Second, proper irrigation should be provided.
What do you mean by irrigation? Irrigation means water supply. You must give water to the plants. Third one, chemical fertilizers or chemical pesticides should not be used along with microbial fertilizers. Why chemical fertilizers or chemical pesticides should not be used along with microbial fertilizers? This is because chemical fertilizers and chemical pesticides destroy the microorganisms in the soil. What is the use of microorganisms in the soil? They help to decompose the waste materials or the fertilizers we are putting under the plants. So microorganisms are necessary for the decomposition. When we apply chemical fertilizers and chemical pesticides, they are destroyed. So it should be avoided. The chemical fertilizers and chemical pesticides should not be used along with microbial fertilizers. These are the precautions to be taken care of while using microbial fertilizers.